മോനെ പോയി 5000 പോയി. സ്ലോ മോഷനിലോ വില്ല നടക്കണ ഒരാൾക്ക് വില്ല നടക്കണം. സാർ പണിയെടുത്ത് അയ്യോ ചടിച്ചിട്ട് നോക്കി അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് തുടരുത് പണിയെടുക്കണേ. അയ്യോ പണിയെടുത്ത് ഈ സാർ പണിയെടുത്ത്. പലരും എന്നോട് ചോദിക്കും ഇത് ചെയ്യാനും ദൂരം വേണ്ടത്. ആദ്യം വേണ്ടത് തൊലിക്കെട്ടിന്. ഇതൊക്കെ കണ്ട ആളെത്തി ഞാൻ പറഞ്ഞല്ലേ അകലെന്ന് ഞാൻ കണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ അനിയൻ്റെ ഷോപ്പ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ചെടികൾ വീട് പണിയിനടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധനം കൊണ്ടുപോകാനായിട്ട് നിസാർക്ക് വണ്ടിയും കൊണ്ട് എത്തിയിട്ടുണ്ട്. ഷാനു അവിടെ വന്നിട്ട് ചെടി പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാവങ്ങളെ മമ്മൂട്ടിയല്ലേ? പാവങ്ങളെ മമ്മൂട്ടി മാമുക്കോയ ആര് മാമുക്കോയ. അപ്പോൾ നിസാർ അവിടെ ഉണ്ട്. പിന്നെ ഷാനു ഇവിടെ നിന്ന് ചെടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കലാത്തിയ എന്നല്ലടാ അതിൻ്റെ പേര്? കലാത്തിയ. അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് മെയിനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ കട പോവാണ്ട് മെയിനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അതാണ് മെയിനായിട്ടുള്ളത്. അതാണ് മെയിൻ. പിന്നെ ഇതിനെന്തിട്ട് വളമിടാ? ഇതിന് വേപ്പിൻ പിണ്ണാക്കിടാം. വേപ്പിൻ പിണ്ണാക്കിന് ഏറ്റവും ബെറ്റർ. അത് ഏത് ചെടിക്കും പറ്റും? ഏത് ചെടിക്കിടാൻ പറ്റും. ഏത് ചെടിക്കും. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അത് നമ്മളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ അറിയുന്ന ആൾക്കാരെ കൊണ്ടാണ് ഈ സംഭവം പൂരിപ്പിച്ചിട്ടുള്ളത്. അല്ല അതൊന്നും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഷാനുവിന് എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അറിയാട്ടോ. എൻ്റെ വാപ്പ ഞങ്ങളെ വീട്ടിൽ ഗ്രാസൊക്കെ പുല്ലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് അല്ല സാധാ പുല്ലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഷാനുവിനെ വിളിക്കുക. നമ്മളെ ആ വീട്ടിലേ പുല്ലൊക്കെ ചെയ്തത് പിന്നെ. അപ്പോൾ ഷാനു അതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങൾ ഇവിടുന്ന് അഴിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഞാനേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഞങ്ങൾ കപ്പലണ്ടിയും ചായയും കുടിച്ചിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇറച്ചിന്ന ആളിനിട്ടത്. അത് പറയും ഒരു സുഖമാണല്ലോ. അത് ഒരു ഭയങ്കര സുഖമാണ്. നിസാർക്ക എല്ലാ ഓട്ടൊക്കെ ഉണ്ടെങ്കിൽ നിസാർഖാനെ വിളിക്കാൻ നിസാർഖാനെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഓൾ ഇന്ത്യ ഡെലിവറി അല്ലേ എവിടെ വേണമെങ്കിലും നിസാർ പറഞ്ഞെത്തും. ഈ വീഡിയോ കാണുന്നവർക്ക് നിസാറിൻ്റെ പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടമുട്ടത്താണ്. ഇടമുട്ടത്തെ ഫ്രാഗ്രൻസ് ഫാക്ടറി അനിയൻ്റെ ഷോറൂമാണ്. അപ്പോൾ ആ ചെക്കൻ അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ചളിങ്ങാടേക്ക് പോകണം. ഇത് സജീറിട്ടാ ഇവിടെ കാണുന്നുണ്ടോയെന്നറിയില്ല. ഫോട്ടോ ഉണ്ട്. ഷാനവിടെ അത് സെറ്റാക്കുന്നുണ്ട്. ആ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് കോളുകളൊക്കെ വന്നില്ലേ ഷാനുവിന്? പിന്നെ ഒരുപാട് കോളുകൾ വന്നു പല സ്ഥലത്തും. കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി എല്ലായിടത്തും പോയി ചെയ്തു. ഒറ്റക്കട അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടോ? കൂടുതൽ ആൾക്കാരുണ്ട്. പിന്നെ ഉള്ളത് കട്ടവിരി ഇന്റർലോക്ക് സ്റ്റോണിന്റെ വർക്ക്. മെറ്റീരിയൽ കൊടുക്കോ അല്ലെങ്കിൽ അതെങ്ങനെ വേണം ചെയ്തു തരും. മെറ്റീരിയൽ അവർ ചെയ്യും. നമ്മ സ്ക്വയർ ഫീറ്റ് മൊത്തത്തിൽ എല്ലാം ചെയ്യും. അങ്ങനെയും ചെയ്യും. എന്തിനും തയ്യാറായി നിൽക്കണല്ലേ? എന്തിനും തയ്യാറാണ്. നന്നായിട്ട് ഈ ഇങ്ങനത്തെ വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളാട്ടോ. ഇതൊക്കെ നല്ല രീതിയിൽ അറിയുന്ന ആളാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിലെ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാപ്പ വിളിക്കുന്ന ആളാണ്. എല്ലാ മാസവും വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഷാനുവിൻ്റെ മെയിൻ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ചളിങ്ങാടേക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പെട്ടി വണ്ടി വിളിച്ചിട്ടുള്ളത്. സീൻ മോനെ കുത്താമ്പറ വേണം ഈ സാധനം അഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കിട്ടില്ല എന്ന് പറയുന്നു. ഷാനും എന്തെങ്ങാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഷാനും അത് ഊരും അവിടെ നിസ്സാരം. ഇതേ നമുക്ക് പറ്റാത്ത പണി അതാണ്. ഇത് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ തന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം അതാണ്. നമ്മളെ കൊണ്ട് നടക്കൂല ഭായി. ഇത് ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അവർ തന്നെ ചെയ്താലേ നടക്കുള്ളൂ. ഞാനിത് ഇവിടെ നിന്ന് അയച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപടി ആവില്ല. അതുകൊണ്ടാണ് ഷാനിനെ തന്നെ വിളിച്ചത്. ഷാനിനൊരു പ്രൊമോഷനായി, നമുക്ക് നമ്മളെ കാര്യം നടക്കില്ലായി. വേറെ അടുത്ത നമ്മുടെ ഫോണിൽ വെറുതെ ഉണ്ട്. ഇടമുട്ടം സെൻറ്റർ കേട്ടോ. ആകെ മാറിയില്ലേ ഈ ഹൈവേ വന്നുകൂടി. മൊത്തത്തിൽ ഇവിടെ മാറ്റങ്ങളുണ്ട്. ഏരിയയെ മാറിപ്പോയി. ഈ റോട്ടിലേക്ക് കടക്കാനുള്ളൊരു റിസ്ക് ഫാക്ടർ വേറെ ഉണ്ട്. അവിടെയാണ് പിന്നെ നമ്മളെ ഫ്യൂസോ വന്നിരുന്നത്, ഫുഡ് കോർട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡ് റോഡ്. ആ ഒരു വണ്ടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രണവിജി എന്നുകൊണ്ടാണ് വരുന്നത്. നമ്മളെ XUV 9 പ്രണവിജാണോ എന്നൊരു സംശയമുണ്ട്. ഇതൊക്കെ കണ്ട ആളെത്തി ഞാൻ പറഞ്ഞല്ലേ അകലെന്ന് ഞാൻ കണ്ട് വരുന്ന ഞാൻ കണ്ട്.
രണ്ട് തള്ളിട്ട് പോ, എന്നെ കുറിച്ച് 2 തള്ളുകള്. ആ ഞാനേ ചെടി ഊരാനായിട്ടേ ഷോപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന ഇവിടുന്ന്. എത്ര നേരം ഇങ്ങനെ വ്ളോഗ് എടുക്കണം അത്ര നേരം അയാൾ വയറുള്ളിലേക്ക് പിടിക്കും. അപ്പൊ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്കിണ്. പക്ഷെ കാര്യമില്ല, നമ്മളങ്ങനല്ല കാണുന്നത്. നമ്മളെ കണ്ട വൃത്തിയായിട്ടോ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ സംഭവമൊക്കെയാണ്. പക്ഷെ നിമ്മി വിളിക്കണ്ടല്ലോ എൻ്റെ ഇടയിൽ. ഹലോ. ആ ഇല്ല, സൂര്യൻ എൻ്റെ ഉച്ചിയിലാണ് നിൽക്കണ്. താൻ എ സിയിലല്ലേ വിട്ടോ. അപ്പോൾ നമ്മളെ ചങ്കിടിപ്പ് പ്രണവ് തലാശ്ശേരി, മഹാദേവ ക്രിയേഷൻസ്, ചന്ദ്രാപിനി ആൻഡ് വലപ്പാട് ഡിവോഷണൽ പ്രൊഡക്റ്റുകളൊക്കെയാണ്. അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അത് പൈസ മേടിച്ച് ചെയ്യേണ്ട വീഡിയോ ആണ്. വണ്ടി കണ്ടപ്പോൾ ഞാൻ അകലെന്ന് പറഞ്ഞു പ്രണവ്ജിന് വരണേന്നുള്ളത്. അന്ന് വിട്ടാണ്. അപ്പോൾ ശരി, ബൈ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടി. അതൊക്കെയാണ് ഈ വ്ളോഗിൻ്റെ മെയിൻ കേട്ടോ. പ്രണവ്ജി വന്നാണ് വ്ളോഗിൻ്റെ മെയിൻ സാധനം. പാവൻ ഷാൻ ഇവിടെ നിന്നിട്ട് ഒറ്റപ്പെടുന്നു. കഴിയാറായ ഒന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം അപ്പം അവൻ പറയും ഞാനിത് തിന്ന് തീർക്കല്ല എന്നറിയും. കിട്ടണ്ടോ? ആ കിട്ടുന്നുണ്ട്. ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ മുളക്കൂലേ, പിടിക്കൂലേ സാധനം? പിന്നെ ഇല്ല, അങ്ങനെ ഞാൻ അടുത്ത വീഡിയോ ഇടും കേട്ടോ. സാധനം മുളച്ചില്ല. അലീഷ മോൾ ഒരുവിധം നമ്മളവിടെ ഉള്ള പെട്ടി വണ്ടി ഈ അലീഷ മോളാ. ഇത് അലീഷ മോളല്ല, ഇത് വേറെ പേരുള്ള ഇത് മൈനൂസ്. ഇയാൾക്ക് വണ്ടിയുടെ ഇടപാടുകളുണ്ട്. എവിടെ പോയാവോ നിസാറ്? ഞാൻ ആൾക്കാരോടെ അലീഷ മോൾ എന്ന് വണ്ടിയുടെ പേര് നോക്കിയപ്പോ വേറെ പേര്. വാട്ട് ഈസ് ദിസ് ചീറ്റിംഗ് മാൻ? സ്റ്റിക്കർ മാറണം. അലീഷ മോള് എവിടെ ഉണ്ടോ അതിൻ്റെ ഒക്കെ ഓണറാണ് ആയിരിക്കുന്നത്, ഫ്ലാറ്റിലിരിക്കുന്നത്. പെട്ടെന്ന് മാറ്റണത്, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വ്ളോഗറായി മാറിയെന്ന് ഞാൻ പറയുന്ന കേട്ടാ. വീഡിയോ ചെയ്യാൻ തുടങ്ങിയ ആളാണ് ഞാൻ. പലരും എന്നോട് ചോദിക്കും ഇത് ചെയ്യാൻ ദൂരം വേണ്ടത്. ആദ്യം വേണ്ടത് തൊലിക്കെട്ടിന്. മറ്റാൾ പറഞ്ഞല്ല ചങ്കൂറ്റുണ്ടാ തൊലിക്കെട്ടി വേണം. പിന്നെ ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ക്യാമറയും കൊണ്ട് കയറി ചെല്ലാനുള്ളൊരു ഒരു ഇതും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു വീഡിയോ 4 ആൾ കാണും. അപ്പോൾ പിന്നെ പതുക്കെ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ഇൻകം വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യാനായിട്ട്. കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാനായിട്ട് ഇനിയിപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കണ്ട. കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിനെ ടാൻ ചെയ്യണൊരു സംഭവമാണ്. ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു കഴിവും ഒരു ക്യാമറയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. നല്ല കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ലത്. നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്കൊരു ഉപകാരം വേണം. അപ്പോൾ ഷാനുവിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ എടുത്തിട്ട് ഈ വണ്ടിയിൽ കയറ്റണം. ഈ വണ്ടിയിൽ നേരെ ചളിങ്ങാട് പോയിട്ട് അതവിടെ ഫിറ്റ് ചെയ്യണം. കുഴിച്ച് നടണം, പറിച്ച് നടണം എന്നൊക്കെ പറയും. പറിച്ച് നടാന്ന് പറഞ്ഞത് ഇതൊന്നുമില്ല ശരിക്കും ഇതുപോലെ കട കിട്ടണം. അതന്നെ. പെർഫ്യൂമിൽ എക്സ്പയറി വന്നു. അപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങളും കൊണ്ട് നമ്മൾ ചളിങ്ങാട് അമ്പലടയിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള ട്രിപ്പിന് 2000 രൂപ വണ്ടിക്കാശ്. ഇപ്പോൾ എയ്സ് മേടിക്കേണ്ട കാശാവും ഇപ്പോൾ വാടകയ്ക്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തന്ന നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് സനാബിന് ഈ മാസത്തെ ഏറ്റവും നല്ല എംപ്ലോയിക്കുള്ള അവാർഡ് കൊടുക്കാൻ പറയണ്ടേ ഞാൻ സജീറിൻ്റെ അടുത്ത്.
അള്ളാ നിസാർ പണിയെടുത്ത് ഒരു സാധനം നീക്കി വെച്ച് നിസാർ പണിയെടുത്ത് അയ്യോ ചടിച്ചിട്ട് നോക്കി അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് തുടരുത് പണിയെടുക്കണേ അയ്യോ പണിയെടുത്ത് നിസാർ പണിയെടുത്ത് ഷാനു നമ്മൾ ഭയങ്കര തള്ളൊക്കെ തള്ളി വെച്ചു ഷാനു 2 ചെടി വെച്ചപ്പോഴത്തേനും വയ്യാണ്ടായിട്ടാ അതെ 3 സൈറ്റിൽ വർക്ക് കിടന്നുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നത് അപ്പോൾ ഇവിടുന്ന് സാധനം കയറ്റിയിട്ടുണ്ട് നമ്മൾ ഇനി നേരെ ചളിങ്ങടക്കും കൈ കഴുകടാ അതാ നിസാർക്ക ചെടിയുമായി സഞ്ചരിക്കുകയാണ് ഗൈസ് വെട്ടിച്ചേ അങ്ങനെ ഒരു പോക്കുപോയാലേ നമ്മളെ ഇവിടെ എത്തിയെന്നൊന്നും അറിയില്ല ഈ റോഡെല്ലാവരും പോലെ അല്ലേ ഇപ്പം ഇത് കാണുമ്പോൾ രസം വിദ്യാഭവൻ എത്തി രസം വിദ്യാഭവൻ ചന്ദ്രാപ്പിന് പുറത്ത് ഇങ്ങനെ പോകണം വീട് നമ്മൾ റിവീൽ ചെയ്യാത്തതുകൊണ്ട് വീട് ശരിക്കും കാണിക്കൂല കാണിക്കാൻ പറ്റില്ല കാരണം ഒരു ചെറിയ വീടുണ്ട് എന്തിട്ട് കാണിക്കാൻ ഇപ്പോൾ അപ്പോൾ അതാ നിസാർക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ആ കാലർക്ക് അങ്ങനെ അങ്ങനെ വാ സ്ലോ മോഷനിൽ വാ വില്ലൻ നടക്കണ പോലെ ആൾക്ക് ഈ വില്ലൻ നടക്കണ പോലെ അപ്പോൾ അയക്കാം അൺബോക്സ് ചെയ്യാൻ പോണ്ടാ നിസാറ് വീഡിയോ എടുക്കണ പണിയെടുക്കണ പോലെ കാണിക്കണം കേട്ടോ പണിയെടുക്കണ പോലെ അഭിനയിക്കണേ നിസാർ അല്ല അത് വണ്ടി കയറിയ പ്രശ്നം നീ കാണിച്ചാൽ മതി ഇങ്ങനെ എടുക്കണ പോലെ കാണിച്ചാൽ മതി ബാക്കി ഞാൻ എഡിറ്റ് ചെയ്തിട്ടോളാം ഈ പൈപ്പ് ആവശ്യമില്ലാത്തതാണ് ഇത് കളയാനുള്ളതാണ് ഈ കല്ലൊക്കെ എടുത്ത് കളയും ഇപ്പോൾ അത് കൊള്ളൂലെന്ന് വിചാരിച്ചിട്ട് അതാ മോനെ ആ സാധനമാണ് മെയിൻ ഈ ചെടി അവൻ പണിയെടുക്കൂല അവൻ്റെ ഇവര് പറഞ്ഞിട്ടുണ്ടെന്ന് കയറി ഒന്ന് ജസ്റ്റ് എൻ്റെ അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടെന്ന് പണിയെടുക്കരുതെന്ന് ഇതിപ്പോ വീഡിയോ ക്യാമറ കണ്ടുകൊണ്ടാണ് ആ ചെയ്യുന്നത് ഈ പടി നോക്ക തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ അയ്യോ ആരല്ലത് മെറ്റലണ്ടാ അത് പൊട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉദ്യമത്തിന് സഹായിച്ച ജസീലിൻ്റെ വീഡിയോ വേറെ വരുന്നുണ്ട് കേട്ടോ ജസീൽ നിസാറ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി മാത്രമേ ഉള്ളൂ നോക്കിപ്പോൾ എത്ര പ്രാവശ്യണ്ടാ വണ്ടി വേണ്ട എനിക്ക് വണ്ടി വേണ്ടടാ നിസാറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സാധാരണ ഞങ്ങൾ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാശ് കൊടുക്കാറില്ല കൊളാബ് ചെയ്യലാണ് പെട്ടി വെട്ടിക്ക് എന്ത് കൊളാബില്ലേ ചെടി ഫുള്ളായിട്ടാ 5000 റുപ്യ പിടിച്ച് 5000 റുപ്യ 500 റുപ്യയും കൊളാബാണ് മോനെ പോയി 5000 പോയി 500 റുപ്യയുടെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ആയാലൊക്കെ അങ്ങനെ പറയല്ലേ അയൽവാസി 150 റുപ്യ ഡിസ്കൗണ്ടും കൊളാബും 150 റുപ്യ ഡിസ്കൗണ്ടും കൊളാബും ഉണ്ടാ നമ്മളാ ലൈലൻ്റെ ദോസ്ത് റെസ്റ്റ് എടുക്കണ നമുക്ക് തീർക്കണ്ടേ കുളിച്ചിട്ടില്ലെന്നാ വീഡിയോ ഇല്ലാന്നറിയില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു തുള്ളി വെള്ളം കൊടുക്കാത്തവന് എനിക്ക് തോന്നുന്നു ഇവനല്ല ഇവൻ്റെ പെണ്ണാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് തോന്നുന്നു ഇവൻ്റെ പെണ്ണ് ആണ് ഇതിൻ്റെ പിന്നിലുള്ളത് നിസാർ ഒരിക്കലും ഇത് ചെയ്യൂല കാരണം ഇത് എന്താ പേര് കുട്ടിയുടെ പേരെന്താ മധുരിട്ടുണ്ടോ എടാ അവന് അതവൻ എടുത്തോ മധുരിട്ടിട്ടില്ലല്ലോ ഇല്ല എന്ന് പറയല്ലേ റിയാസ് കണ്ട പ്രശ്നം സിനാനെ വാടാ ഓടിയോ എന്താ അതിലേ വരുന്നേ സിനാ
അപ്പോൾ നമ്മളെ ചെടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി ഈ സാധനത്തിന് അത് ഈ ഒരു ഗ്യാപ്പിൽ കുഴിച്ചിടണം, കലാത്തിയ. പക്ഷെ ഞാനിവിടെ അതിനുള്ള സെറ്റപ്പ് ചെയ്യും. ഞാൻ എപ്പോഴത്തേനും 10 കിലോ വളം മേടിച്ചിട്ട് വരാം. എന്തെന്ന് പറയണ്ടേ, എന്ത് വളം എന്ന് പറയണ്ടേ? കനകമില്ല. ഇപ്പോഴോട് പറഞ്ഞാൽ മതിയല്ലേ. അന്ന് നമ്മൾ വീഡിയോ ചെയ്ത ഷോപ്പിൽ കിട്ടോ പോകണം. കനകമില്ല എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അവിടെ നിന്ന് അത് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാം. ഇത് ഷാനിന് നല്ല അടിപൊളി ഫുഡൊക്കെ മേടിച്ച് കൊടുക്കണം. എന്തായാലും നമ്മളിതൊന്നും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഇത് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ വീട് പണി എന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അപ്പോൾ അവിടെ ചെന്നിട്ട് സ്കൂട്ടറിന് പോകണം. ജെസിയിലെ സ്കൂട്ടർ എടുത്തിട്ട് ഞാനും ഷബീറും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. കനകമില്ല് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചളിങ്ങാട് ഒറ്റത്തെ സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. പള്ളിയിടയിലേ പോകാൻ പറ്റില്ല, റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാതൽ കോളേജിൻ്റെ അതിലാണ് പോണത്. പാവട്ടാ അത് ചെടിയുടെ വളം വണ്ടിമേലൊക്കെ വെച്ചെന്ന്. ഈ സ്കൂട്ടറായിട്ട് പോയതുകൊണ്ട് കറക്റ്റ് വെക്കാൻ പറ്റി ഗ്യാപ്പിൽ. അങ്ങനെ വേപ്പും പിണ്ണാക്കാണ് കിട്ടിയത്. അത് മതിയെന്ന് പറഞ്ഞു. കനകമില്ല് ഇടണ്ട, സാധാരണ വളർത്താൻ മതിയെന്ന് പറഞ്ഞു. വീണ്ടും നിസാർക്ക. അപ്പോൾ വേപ്പും പിണ്ണാക്ക് മേടിച്ചിട്ടുണ്ടെന്ന്. ഇനി അത് വെച്ചിട്ടുള്ള കലാപരിപാടികൾ ഇതാ ഇവിടെ തുടങ്ങാൻ പോണ്. നിനക്കൊരു യൂട്യൂബൊക്കെ തുടങ്ങിക്കൂടാ ഷാനു സ്വന്തമായിട്ട്? മറ്റേ ഇല്ലേ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ. എവിടെ നോക്കിയാലും നിസാർ. പിന്നെ നിസാർ ഓൾറൗണ്ടർ നിസാറായി. ഇതൊരു യൂട്യൂബർ കേട്ടോ, ഞങ്ങളെ നാട്ടിലെ നാടൻ യൂട്യൂബർ. എത്ര കുറച്ച് കൂട്ടി പറ. 250 ഫോളോവേഴ്സൊക്കെ ഉള്ള വെറുതെ പറയും. ആള് അലുമിനിയം ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ആൾ ചെയ്യുന്നത്. ഇവൻ്റെ വീഡിയോ ഞാൻ ചെയ്യാത് ഇപ്പോൾ യൂട്യൂബിൽ. ഇതിപ്പോൾ ഞാനും എൻ്റെ പെണ്ണും പിന്നെ 2 മക്കളും കാണുള്ളൂ, വേറെ ആരും കാണില്ല യൂട്യൂബ്. ഇതാ നമുക്ക് ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാം. ഒക്കെ കുറക്കണം. ഇത് മൊത്തം ഈ വീട് മൊത്തം അങ്ങനെ പ്ലാനാക്കി വെച്ചേക്കണം. തറക്കല്ല് മുതൽ ഇവനെ പണ്ട് നമ്മളപ്പുറത്തെ വീട്ടിലേ അവിടെ ഗാർഡൻ സെറ്റ് ചെയ്ത ആളാണ്. ആ ഇത് അവിടെയൊക്കെ പഴയ ആളാണ്. കട്ടമ്പ സാർ. അത് നോക്കണ്ട, നമ്മളെ പണിയെടുക്കാം. നെഗറ്റീവ് പറഞ്ഞവർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെ പണിയായിട്ട് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. അവരത് പറഞ്ഞിരിക്കട്ടെ. അപ്പോൾ നമ്മളെ വീട്ടിൽ ആദ്യത്തെ ചെടി വെപ്പാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മളെ ആദ്യത്തെ ചെടി വെപ്പ് തുടങ്ങിയിട്ട് അങ്ങോട്ട് തുടങ്ങുന്നു. ഇനി ഇതിങ്ങോട്ട് കാട് പിടിക്കട്ടെ എന്ന്. അതങ്ങനെ തന്നെ പിടിക്കും. കുറച്ചാളെ ഞാൻ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുമെന്നറിയില്ല. ഇത് എത്ര ഹൈറ്റ് വരെ പോവും? അപ്പം എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മളൊരു ടീം പോകണം. ചോറിന്നിട്ട് വരണം. ചോറ് തിന്നാൻ കോഴിക്കോടൊന്നും പോകലട്ടാ. അന്ന് വെള്ളിയാഴ്ച അതേ വരുമെന്ന് പറഞ്ഞ് പോയണേ. പിന്നെ 4 ദിവസം കഴിഞ്ഞ് ഇവനെ ട്രാവൽ വ്ളോഗൊക്കെ ചിലപ്പോൾ ചോറിനാ കോഴിക്കോടൊക്കെ പോകും, പറയാൻ പറ്റില്ല. റൈഡർ കണ്ണാപ്പിനി ജസീൽ അവന് നല്ല വർക്കുണ്ട്, അടിപൊളി വർക്കുന്നുണ്ട്. കലാത്തിയ അങ്ങനെ ശരിക്കും ഗ്യാപ്പിട്ട് വെക്കണല്ലേ അത്. അതല്ലേ പണിയില്ലേ? എന്ത് പണിയും ആസ്വദിച്ച് ചെയ്യുമ്പോണ്ടല്ലോ അതൊരു പണിയായിട്ട് തോന്നില്ല എന്നുള്ളതാണ്. വെച്ചതിന് ശേഷമുള്ള സെറ്റപ്പ് ഇതാണ്. അവസാനത്തെ മിണിക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് ചാണകപ്പൊടിയാ വേപ്പിൻ പിണ്ണാക്ക്? എന്താ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. ഇനി അടിപൊളിയായിട്ട് നനച്ചു കൊടുക്കുക. സാധനം സൂപ്പറായിട്ട് വളരും. ചെടികളൊക്കെ ഇനി ഒന്ന് റീസെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ പണി നടക്കണോണ്ട് തൽക്കാലം ഇപ്പോൾ അത് കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഷാന് വന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഇവിടെ വേറെ പണിയൊക്കെ ഉണ്ട്.
ഞാൻ ഷാനുവിൻ്റെ നമ്പർ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷാനുവിനെ വിളിക്കാൻ മറക്കണ്ട. പിന്നെ ഓൾ കേരള ആൾ വന്ന് ചെയ്തു തരും. ചെറിയ വർക്കായാലും വലിയ വർക്കായാലും വിളിക്കുക. പിന്നെ ചെടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷാനുവിനെ വിളിച്ചാൽ ആളതും പറഞ്ഞു തരും കേട്ടോ. നമ്പർ ഞാൻ കൊടുക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യുക. പറ്റുന്ന ആളുകൾ മൂപ്പർക്ക് എന്തെങ്കിലും വർക്കൊക്കെ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം സ്ട്രീറ്റ് ലൈറ്റ് ടോക്സ്.